നേരിയ ചാറ്റൽ മഴ നനഞ്ഞുകിടക്കുന്ന ആ കൊടുംവളവിലെ കറുത്ത റോഡിന് നടുവിൽ യാതൊരു ഭയവുമില്ലാതെ കളിച്ചു ചിരിക്കുകയാണ് ഒരു വയസ്സ് തികയാത്ത ആ പിഞ്ചോമന. കണ്ടുനിന്നവരുടെയെല്ലാം നെഞ്ചിടിപ്പേറ്റിയ ചോര മരവിപ്പിച്ചു കളഞ്ഞ ആ ഭീതിജനകമായ നിമിഷത്തിനൊടുവിൽ മലപ്പുറം സാക്ഷിയായത് പ്രകൃതിയെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു പുനർജന്മത്തിന്. പാഞ്ഞുവന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ദൈവതുല്യമായ ഇടപെടലൊന്നുകൊണ്ട് മാത്രമാണ് ആ പിഞ്ചുജീവൻ ഇന്ന് ഭൂമിയിലുള്ളത്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പുളിക്കലിന് സമീപം ചെറുമുറ്റത്താണ് നാടിനെ ഒന്നടങ്കം നടുക്കിയ ആ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:35 വലിയപറമ്പിൽ നിന്നും ഫറോക്കിലേക്ക് സർവീസ് നടത്തുന്ന സഫ മർവ എന്ന സ്വകാര്യ ബസ് കിണറുപടിക്ക് സമീപമുള്ള ചെറുമുറ്റം വളവ് തിരിഞ്ഞെത്തുന്നത്. മഴയുള്ളതിനാൽ റോഡിൽ കാഴ്ചയൽപ്പം മങ്ങിയിരുന്നു. പെട്ടെന്നാണ് ആ കൊടുംവളവ് തിരിഞ്ഞുടൻ റോഡിന് നടുവിൽ എന്തോ ഒരു വസ്തു ഇരിക്കുന്നത് ഡ്രൈവർ രാമചന്ദ്രന്റെ കണ്ണിൽപ്പെടുന്നത്. വണ്ടി അല്പം കൂടി മുന്നോട്ട് നീങ്ങിയതും രാമചന്ദ്രന്റെ നെഞ്ചൊന്ന് കാളി, ചോരയുറഞ്ഞുപോയി. തന്റെ വണ്ടിയുടെ ബോണറ്റിന് തൊട്ടു മുന്നിൽ ഇരിക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം കണ്ടത്. അപകടകരമായ വളവായതിനാൽ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഒട്ടും കാണാൻ സാധിക്കുമായിരുന്നില്ല. ഭയന്നു വിറച്ചെങ്കിലും രാമചന്ദ്രൻ ഒട്ടും സമയം കളയാതെ സർവ്വശക്തിയുമെടുത്ത് ബസ് പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തി. വണ്ടി പെട്ടെന്ന് കുലുങ്ങി നിന്നതോടെ യാത്രക്കാരും പരിഭ്രാന്തിയിലായി. ഈ സമയം ബസിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യങ്ങൾ ഏതൊരു മനുഷ്യന്റെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. ബസ് നിന്നപാടെ ജീവനക്കാരനായ MA മുഹമ്മദ് നവാസ് വണ്ടിയിൽ നിന്നും റോഡിലേക്ക് മരണപ്പാച്ചിൽ പാഞ്ഞു. ഒരു നിമിഷം പോലും വൈകാതെ കുഞ്ഞിനെ കൈകളിൽ കോരിയെടുത്ത് റോഡിന്റെ വശത്തേക്ക് മാറി. ഈ സമയം എതിർദിശയിൽ നിന്നും അതിവേഗത്തിൽ ഒരു ഇരുചക്രവാഹനം അതേ പാതയിലൂടെ കടന്നുവരുന്നുണ്ടായിരുന്നു. ഡ്രൈവർ രാമചന്ദ്രൻ കൈകാണിച്ച ആ വാഹനത്തെയും പുറകിൽ വന്ന മറ്റ് വണ്ടികളെയും തടഞ്ഞതുകൊണ്ടാണ് കുഞ്ഞിന്റെ മേൽ മറ്റു വാഹനങ്ങൾ ഇടിക്കാതിരുന്നത്. റോഡിന്റെ വശത്തു നിന്നും വെറും 50 മീറ്റർ മാത്രം മാറിയാണ് കുഞ്ഞിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു വയസ്സ് തികയാത്ത പെൺകുഞ്ഞ് മുറിയിൽ സുഖമായി ഉറങ്ങുകയാണെന്നാണ് മാതാപിതാക്കൾ കരുതിയിരുന്നത്. ഈ വിശ്വാസത്തിൽ അവർ വീട്ടുജോലികളിലേക്ക് തിരിഞ്ഞ സമയം നോക്കിയാണ് ഈ പിഞ്ചോമന ആരുമറിയാതെ കട്ടിലിൽ നിന്നിറങ്ങി മുറ്റത്തുകൂടി ഇഴഞ്ഞ് പ്രധാന റോഡിലേക്ക് പ്രവേശിച്ചത്. വീടിന്റെ പ്രധാന വാതിൽ ചാരിയിരുന്നില്ല എന്നതായിരുന്നു കുഞ്ഞിന് പുറത്തേക്ക് കടക്കാൻ എളുപ്പമാക്കിയത്. ബസ് ജീവനക്കാർ കുഞ്ഞിനെയും എടുത്ത് വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് തങ്ങളുടെ മകൾക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് ആ മാതാപിതാക്കൾ അറിയുന്നത്. ജീവനക്കാരുടെ കയ്യിലിരിക്കുന്ന മകളെ കണ്ടതോടെ അവർ ഭയന്ന് വിറച്ചുപോയി. ജീവൻ പോലും പണയം വെച്ച് മകൾക്ക് ജീവൻ തിരിച്ചു നൽകിയ ബസ് ജീവനക്കാരെ കണ്ണീരോടെയാണ് മാതാപിതാക്കളും ബന്ധുക്കളും കെട്ടിപ്പിടിച്ചത്. തൊണ്ടയിടറി നിന്ന ആ നിമിഷത്തിൽ വാക്കുകൾ കിട്ടാതെ ആ രക്ഷകരുടെ കൈകളിൽ അവർ മാറി മാറി ചുംബിച്ചു. രാമചന്ദ്രന്റെയും നവാസിന്റെയും ഈ വലിയ കാരുണ്യ പ്രവൃത്തിയെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ വിവിധ സന്നദ്ധ സംഘടനകളും ഇവർക്ക് ആദരവ് നൽകാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടികളുള്ള വീടുകളിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് വലിയൊരു മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്. കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പോലും വീടിന്റെ പ്രധാന വാതിലുകളും വലിയ ഗേറ്റുകളും എപ്പോഴും അടച്ചിടാൻ ശ്രദ്ധിക്കണമെന്ന് പോലീസ് അധികാരികൾ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വലിയ റോഡരികുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.